പഠിക്കുന്ന കാലത്ത് ഒരാളോട് ഇഷ്ടമുണ്ടായിരുന്നു, അതൊരു റിലേഷനായി. പിന്നെ അത് ഉണ്ടാക്കുന്ന വേദനകളും മറ്റൊക്കെ മനസ്സിലാക്കി അത് വേണ്ടെന്ന് വെച്ചിരുന്നു. പിന്നെ അവനിൽ കുറ്റം കുറവുകളൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ വേറെ സുഹൃത്തു വഴി കാര്യങ്ങളും മറ്റൊക്കെ എന്ത് ചെയ്തു, കൈമാറ്റം ചെയ്യപ്പെട്ടു, സംസാരങ്ങളും മറ്റൊക്കെ നടന്നു. ഏതായാലും ചുരുക്കി അദ്ദേഹത്തെ വിവാഹം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ സുഹൃത്താണ് അതിൽ കാര്യപ്പെട്ട ഇടപെടലുകളൊക്കെ നടത്തിയത്. ഇവരുടെ ഒരു പ്രയാസവും സംഗതികളൊക്കെ സ്ഥിരമായി ആ സുഹൃത്തിനോടും പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു, അയാളും കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ സുഹൃത്ത് ഭർത്താവ് വളരെ നല്ല മനുഷ്യനായി മാറിയിട്ടുണ്ട്. ഈ സുഹൃത്തിനോട് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ചില സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് പറയുന്നത്, നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം ആശ്വാസം കിട്ടുന്നത് എന്നാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഹായ് അയക്കും, വിശേഷങ്ങൾ ചോദിക്കും, വിശേഷങ്ങളൊക്കെ പറയും, സങ്കടങ്ങൾക്ക് പരിഹാരമാവും. പിന്നെ ഒരു വിഷമഘട്ടത്തിൽ സഹായിച്ച ഒരാളല്ലേ എന്ന നിലയ്ക്ക് ഇപ്പോൾ അവൻ്റെ ഒരു വിഷമഘട്ടത്തിൽ ഞാനും സഹായിക്കണ്ടേ, പക്ഷേ ഇത് വളർന്നു വലുതായി വലിയൊരു പ്രശ്നമായി മാറുമെന്ന് പേടിയുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളിതിലൊക്കെ എല്ലാ ന്യായങ്ങൾക്കും അപ്പുറം ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, എന്താണ് നമ്മളോട് അള്ളാഹു പറയുന്നത്, എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം. അതിൽ ഒരു സ്ത്രീക്ക് പുരുഷനോട് സംസാരിക്കാനൊക്കെ പറ്റും. അതിനിഷ്ടംപോലെ ഇസ്ലാമിക പ്രമാണങ്ങളും ഖുർആനിലൊക്കെ നമുക്ക് തെളിവ് കിട്ടും. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം മദീനയിലെത്തിയപ്പോൾ 2 പെൺകുട്ടിയോട് സംസാരിച്ചില്ലേ, അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തില്ലേ. അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ആവശ്യഘട്ടത്തിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കുന്നതിന് യാതൊരു തകരാറുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സംസാരങ്ങൾ എന്താണ്, ഇത്തരം ചില ബന്ധങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നത് കൊണ്ടാണ് വലാ തഖ്ളഅന ബിൽ ഖൗൽ, നിങ്ങൾ തന്മയത്വത്തോടു കൂടെ. അപ്പോൾ ഇത്തരം സംസാരമാണ്. നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും, എന്നോട് എനിക്കൊരു സമാധാനം കിട്ടും. ഈ സമാധാന സംസാരങ്ങൾ എന്താണെന്നറിയോ, ഇത് ഈ സമാധാനത്തിന് വേണ്ടിയുള്ള സംസാരങ്ങളാണ്. അത് ഒരു ആണും പെണ്ണും സംസാരിക്കുന്നത് വ്യഭിചാരമല്ലേ? അതാണ് ഇതിന് കിട്ടുന്ന ആശ്വാസം. കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്താണ്, അതന്നെയാണ് സംസാരിക്കുമ്പോൾ കിട്ടുന്നതും തൊടുമ്പോൾ കിട്ടുന്നതും ഒക്കെ അതന്നെയാണ്. അപ്പം ഇത് എന്താണ്, ഇസ്ലാം വിരോധിച്ച കാര്യമാണ്, ഹറാമാണ്. ഇത്തരം ഒരു ബന്ധം ആണും പെണ്ണും തമ്മിൽ പാടില്ല. അപ്പോൾ അവർ ഇതുവരെ ചെയ്തത്, പഠിക്കണ കാലം മുതൽ ഇതുവരെ ചെയ്തത് എന്താണ്, ഒരു നിഷിദ്ധമായ പ്രവൃത്തിയാണ്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല. തൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനോട് സംസാരിക്കുമ്പോൾ ആശ്വാസം കിട്ടുന്നു, തൻ്റെ ഭർത്താവിനോട് പറയുമ്പോൾ ഇല്ലാത്തതാണ്. ഒരുപക്ഷെ അവർക്കൊരു എക്സ്ക്യൂസ് ഉണ്ടായിരിക്കുന്നത്, അന്ന് എൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനല്ല, അതുകൊണ്ട് എനിക്ക് കുറേ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയല്ലോ, ദീനില്ലാത്ത ആളുകളാവുമ്പോൾ അവരെ കൂടെയുള്ള ദാമ്പത്യത്തിലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അവർ ദീനിലേക്ക് വരുമ്പോൾ ദാമ്പത്യത്തിലും ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇവർക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അവരെന്നെ പറയണു. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ എന്തായിരുന്നാലും കൂടുതൽ തെറ്റായിരിക്കും ആ ബന്ധം തുടരുക എന്നുള്ളത്. പിന്നെ ഇവർ ചോദിക്കുന്ന ആ ഒരു നിഷ്കളങ്കതയാണെന്ത്, ആ ബന്ധം, ഞാൻ എന്നെ പലപ്പോഴും സഹായിച്ച ഒരാളെ ഈ ബന്ധം ഞാൻ ഇവിടെ വെച്ച് വിച്ഛേദിക്കുന്നത് ശരിയാണോ, അത്ര ഒരു സൗഹൃദം ഇല്ലാതാക്കാൻ പറ്റുമെന്നുള്ളതാണ്. സത്യത്തിൽ പല സഹോദരിമാരും പല ട്രാപ്പിലും പെട്ടത് എന്തുകൊണ്ടാണ്, ഇങ്ങനെയുള്ള ബന്ധങ്ങളെ നമുക്ക് സഹായിക്കുന്നില്ലെങ്കിൽ അന്ന് കുറച്ച് പൈസ തന്ന ആളാണ്, അന്ന് നമുക്ക് വിഷമം തീർത്താണ്, അതുകൊണ്ട് ഞാൻ അയാളോട് അയാൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാക്കാൻ പറ്റൂ, അയാൾ പറയുമ്പോൾ കാണാക്കാൻ പറ്റൂ, അയാൾ വീഡിയോ കോൾ വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യാക്കാൻ പറ്റൂ എന്ന് ചോദിച്ചിട്ടാണ് ഇതിലൊക്കെ എന്ത് ചെയ്യണം പെട്ടുപോണത്. ഈ നമ്മൾക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ഒരു സ്ത്രീയോട് അവളുടെ വാപ്പക്കില്ലാത്ത, അവളുടെ ഭർത്താവിനില്ലാത്ത, മക്കൾക്കില്ലാത്ത ഒരു സ്നേഹം ഒരു അന്യ പുരുഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് മകൾ എന്ന പേരിലാണോ, ഭാര്യ എന്ന പേരിലാണോ, ഉമ്മ എന്ന പേരിലാണോ? അല്ല, പിന്നെ എന്താണ്, അവിടെ ഒരു സ്ത്രീ എന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു സ്ത്രീയിലേക്ക് ഒരു പുരുഷൻ എത്തുന്നതും ഒരു പുരുഷനിലേക്ക് ഒരു സ്ത്രീ എത്തുന്നതിൻ്റെ പിന്നിലും എന്താണ്, ലൈംഗികതയാണുള്ളത്, സെക്സാണുള്ളത്, വ്യഭിചാരമാണുള്ളത്. അപ്പോൾ ചില പെൺകുട്ടികൾ പറയും, എൻ്റെ അമ്മനേക്കാളും ഇഷ്ടമാണ് സ്നേഹമാണ് ഇവൻ എന്നോട്, എൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും പനി വന്നാൽ എൻ്റെ അമ്മക്കും കൂടി അത്ര ഇടങ്ങേറിലാണ്. ഈ സ്നേഹം എന്തിൻ്റെ പേരിലാണ്? ഒരു പെണ്ണായതുകൊണ്ടല്ലേ. ഒരു ആണിനെന്താ ആണിനോട് തോന്നാത്തത്, ഒരു പെണ്ണിനെന്താ പെണ്ണോട് തോന്നാത്തത്? അപ്പോൾ ഇത് തന്നെയാണ് ഇതിലെ അവിഹിതം, ഇതന്നെ തെറ്റ്. അതുകൊണ്ട് ഈ ബന്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ സംസാരിച്ചതൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിയണം. അതിന് അള്ളാഹുവോട് എന്ത് ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണം. അള്ളാഹു ഇതുവരെ ഈ തെറ്റിൻ്റെ പേരിൽ അവർക്കൊരു പരീക്ഷണം കൊടുക്കാതിരുന്നത് അള്ളാഹുവിനൊരു കാരുണ്യമാണ്. ഒരു ഭർത്താവുള്ള ഒരാൾ, ആ ഭർത്താവ് എങ്ങാനും ഇത് കാണുകയും അയാളിത് മനസ്സിലാക്കുകയും ഇതിൽ തെറ്റായ രൂപത്തിൽ നിന്ന് അറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ കുടുംബ ബന്ധം പോകാനും മക്കളെ നഷ്ടപ്പെടാനും അഭിമാനം നഷ്ടപ്പെടാനും ഒക്കെ ഇത് മതിയാവും. അതുകൊണ്ട് ഇതുവരെ അള്ളാഹു കാത്തതുകൊണ്ട് ഇനി എന്ത് ചെയ്യുക, ഇത് അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, അയാൾ ലോകത്ത് ആരോട് സംസാരിച്ചാലും അയാളോടൊരു ബന്ധമില്ലാന്ന് തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.